സെപ്റ്റംബർ 9 ആണ്ടുവട്ടം 22 ഞായർ. മർക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ബധിരനും മൂകനുമായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതാണ് സംഭവം. 34 വചനം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് ഈശോ അവനോട് പറഞ്ഞു, എഫാത്ത, അതായത് തുറക്കപ്പെടട്ടെ. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു. അതായത് കേൾവിശക്തിയില്ലാത്ത ഒരുത്തന്, കേൾക്കാൻ പറ്റാത്ത ഒരുത്തന്, കേൾക്കാൻ കഴിവില്ലാത്ത ഒരുത്തന് ഈശോ കേൾവിശക്തി കൊടുക്കുന്നു. ഈ സുവിശേഷത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെറുതെ കേൾക്കാനുള്ള ചെവിയുടെ ശക്തി തിരിച്ചു കൊടുത്തു എന്നതിനേക്കാൾ ഉപരിയാണ് ഇതിൻ്റെ അർത്ഥം. കാരണം മുന്നോട്ടു പോകുമ്പോൾ 8 അധ്യായം 18 വചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? അതായത് ചെവിയുള്ളവർ കേൾക്കാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് കേൾക്കാൻ കഴിവില്ലാത്ത ഒരുത്തന് കേൾക്കാനുള്ള കഴിവ് ഈശോ കൊടുക്കുന്നത്. ഈ കേൾക്കാനുള്ള കഴിവ് അതിൻ്റെ പരിണത ഫലമായിട്ട് സംഭവിക്കേണ്ടത് എന്താണ്? തൊട്ടടുത്ത് 8 അധ്യായം 27 വചനം, അതിനുശേഷം 29 വചനം, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ഇതാണ് ശരിയായിട്ട് കേൾക്കുന്നവന് സംഭവിക്കുന്ന പരിണതഫലം. ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു. കേൾക്കുന്നവൻ, കാണുന്നവൻ, കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നവൻ, അവൻ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു. അവിടം കൊണ്ട് നിൽക്കുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ 8 അധ്യായം 34 വചനത്തിൽ ഈശോ പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. അതായത് കേൾക്കുന്നവൻ, കേൾവിശക്തിയുള്ളവൻ, ശരിയായിട്ട് കാര്യങ്ങളെ കേട്ട് ഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യും? അവൻ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നടക്കും, ക്രിസ്തുവിലേക്ക് വളരുന്ന അവസ്ഥയിലേക്ക് മാറും. ചോദ്യം ഈശോ എന്നോട് വ്യക്തിപരമായിട്ടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിനക്ക് കേൾക്കാനാവുന്നുണ്ടോ? കേൾക്കാൻ കഴിവുണ്ടോ? കേൾക്കാൻ കഴിവുള്ളവന് മാത്രമേ ക്രിസ്തുവിനെ തിരിച്ചറിയാനും തൻ്റെ ഉള്ളിലെ ക്രിസ്തു സാധ്യതയിലേക്ക് വളർന്നു കയറാനും പറ്റുള്ളൂ. ഈ അടുത്ത കാലത്ത് നടന്ന പ്രളയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആൻ്റണി എന്ന് പറയുന്നൊരു മുക്കുവൻ പറയുന്നൊരു സംഭവമുണ്ട്. ആൻ്റണി മത്സ്യത്തൊഴിലാളിയായിരുന്നെങ്കിലും താമസം പറവൂരായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രാവശ്യം ഇടമലയാറ് തുറന്നു വിട്ടപ്പോൾ സംഭവിച്ചത്, അദ്ദേഹം കൃത്യമായിട്ട് നോക്കി, വന്ന വെള്ളം അതേപടി വലിയ ശല്യം ചെയ്യാതെ കടലിലേക്ക് പോയി. അതിനുശേഷം വീണ്ടും ഇടുക്കി ഡാം തുറക്കുമെന്നുള്ള മുന്നറിയിപ്പ് വന്നപ്പോൾ അദ്ദേഹം അയൽക്കാരോടെല്ലാം പറഞ്ഞു, ഇനി തുറന്നു വിട്ടാൽ, ഓഗസ്റ്റ് 15 ശേഷം തുറന്നു വിട്ടാൽ സൂക്ഷിക്കണം, നമ്മുടെ വീടുകളിലെല്ലാം വെള്ളം കയറും. അയാൾ പറഞ്ഞത് അവരാരും മുഖവിലയ്ക്ക് എടുത്തില്ല. എന്നാലും ഇയാൾ കൃത്യമായിട്ട് ഇയാളുടെ 2 നില അല്ലായിരുന്നതുകൊണ്ട് ആ 1 നിലയുള്ള വീട്ടിൽ പോലും ആദ്യം മേശയുടെ പുറത്ത് കസേരയിട്ട് അങ്ങനെ പല സാധനങ്ങളിട്ട് പൊക്കി വെച്ച് അദ്ദേഹത്തിൻ്റെ ടിവിയും ഫ്രിഡ്ജും ഒക്കെ പൊക്കത്തിൽ കയറ്റി വെച്ചിട്ട് അത് ബലമുള്ള കമ്പി കൊണ്ട് കെട്ടി ജനലിൽ ഉടക്കിയിട്ടു. കാരണം വെള്ളം കയറുമെന്ന് ഉറപ്പായിരുന്നു. അതിന് ന്യായവും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഓഗസ്റ്റ് 15 ശേഷം വേലിയേറ്റമാണ്. കടല് ഈ ഒഴുകി വരുന്ന വെള്ളത്തെ സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വെള്ളം കരയിൽ പൊങ്ങി വരും. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അയൽ വീട്ടുകാരുടെ എല്ലാ ഗ്രഹോപകരണങ്ങളും നശിച്ചപ്പോഴും വെള്ളമിറങ്ങിയപ്പോൾ തിരിച്ചു വരുമ്പോൾ ആൻ്റണി എന്ന് പറയുന്ന ഈ മുക്കുവൻ്റെ വീട്ടിലെ ഫ്രിഡ്ജും ടിവിയും ഒക്കെ അതുപോലെ തന്നെ മേശയുടെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരെ? ഈ പ്രകൃതിയെ തന്നെ നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആൻ്റണി എന്ന മുക്കുവന് ഉള്ള കഴിവതായിരുന്നു പ്രകൃതിയെ, കടലിനെ കേൾക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെ കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നവന് സംഭവിക്കുന്നത് എന്താണ്? അവൻ ക്രിസ്തു സാധ്യതയിലേക്ക് വളർന്ന് കയറുമെന്നാണ് ഈശോ പറയുന്നത്. അനുപ്രിയ എന്ന് പറയുന്ന തമിഴ് പെൺകുട്ടി, വില്ലുപുറം ഗ്രാമത്തിൽ അവൾ വസിച്ചിരുന്നത്. അവൾ 4 വർഷം തൻ്റെ കുടുക്കയ്ക്കകത്ത് പതിവായിട്ടിട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശ്. കാരണം എന്താ? അവൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു സൈക്കിള് വാങ്ങണം. അങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിരുന്ന സമ്പാദ്യം കുടുക്ക പൊട്ടിച്ച് എണ്ണിയെടുക്കുമ്പോൾ 9,000 രൂപയ്ക്കടുത്താണ്. ആ 9,000 രൂപയുടെ സമ്പാദ്യമാണ് പ്രളയ ദുരിതാശ്വാസത്തിനായിട്ട്
കേരളത്തിലെ സഹോദരങ്ങളെ സഹായിക്കാൻ അവൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നത്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിനക്ക് നിന്റെ അടുത്തും ചുറ്റിലും ആയിരിക്കുന്ന മനുഷ്യരുടെ ശബ്ദം, മനുഷ്യരുടെ രോദനം കേൾക്കാനാവുന്നുണ്ടോ? കേൾക്കാൻ പറ്റുമ്പോഴാണ് നീ നിന്റെ ക്രിസ്തു സാധ്യതയിലേക്ക് വളർന്ന് കയറുന്നത്. ഈ പ്രളയകാലത്ത് ദുബായ് വ്യവസായിയായിരുന്ന മനുഷ്യൻ, അയാൾ താൻ രക്ഷപ്പെട്ടതിൻ്റെ കഥ, ഒപ്പം തൻ്റെ കൂടെയുണ്ടായിരുന്ന 12 പേരും രക്ഷപ്പെട്ടതിൻ്റെ കഥ വിവരിക്കുമ്പോൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. 3 ദിവസത്തെ ഒറ്റപ്പെടലിന് ശേഷം മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിലേക്ക് ഇവരെ പിടിച്ചു കയറ്റുമ്പോൾ പ്രായമുള്ളവർക്ക് വള്ളത്തിൽ കയറാൻ പേടിയായിരുന്നു. പേടിച്ചപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ അവരോട് പറഞ്ഞ വാചകമുണ്ട്: ഞങ്ങളുടെ ജീവൻ അപകടപ്പെട്ടാലും നിങ്ങളെ രക്ഷിച്ചിട്ടേ ഞങ്ങൾ മാറുള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ചുറ്റിലും നിന്റെ അടുത്തുമുള്ള മറ്റു മനുഷ്യരുടെ നൊമ്പരം കേൾക്കാൻ പറ്റുന്നുണ്ടോ? മറ്റു മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കേൾക്കാൻ പറ്റുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വഴിയിൽ നടക്കുന്നത്. പോരാ, നിന്നിലെ ക്രിസ്തു സാധ്യതയിലേക്ക് നീ വളർന്നു കയറുന്നത് അങ്ങനെയാണ്. അമോരീസ് ലെത്തീസിയ, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് കുടുംബ ജീവിതത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ ഇറക്കിയ അപ്പസ്തോലിക പ്രബോധനമുണ്ട്. അതിൽ ഫ്രാൻസിസ് പാപ്പ ഭാര്യാഭർത്താക്കന്മാരോട് ഉപദേശിക്കുമ്പോൾ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ദാമ്പത്യം എന്ന് പറയുന്നത് പ്രണയമാണ്, കൂട്ടുകെട്ടാണ്. ഈ കൂട്ടുകെട്ട് വളർന്ന് കയറണം, ഒരു കമ്പാനിയൻഷിപ്പായിട്ട് രൂപാന്തരപ്പെടണം എന്ന് പാപ്പ കൃത്യമായി ഉപദേശിക്കുന്നു. അതിനുള്ള വഴിയായിട്ട് പാപ്പ പറയുന്നത് സംഭാഷണമാണ്, ഡയലോഗ്. ആ ഡയലോഗിൽ തന്നെ പാപ്പ പറയുന്നു, അതിൻ്റെ ഹൃദയമായിട്ട് ഇരിക്കുന്നത് കേൾക്കുക, കൂടെയുള്ളയാളെ ശ്രവിക്കുക, കേൾക്കാൻ സാധിക്കുക. പറയുന്നതും പറയാത്തതുമായ കാര്യങ്ങളെ കേൾക്കാനും തിരിച്ചറിയാനും സാധിക്കുന്നിടത്താണ് സൗഹൃദം ഉണ്ടാകുന്നതും സൗഹൃദം വളരുന്നതും അത് വലിയ കൂട്ടുകെട്ടായിട്ട്, കമ്പാനിയൻഷിപ്പായിട്ട് രൂപാന്തരപ്പെടുന്നതും. നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിന്റെ ജീവിത പങ്കാളിയെ? പോരാ, നിന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവരെ നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പാപ്പ പറയുന്നത് കേൾക്കാനായിട്ട് സമയം ദിവസവും മാറ്റിവെക്കണം. അങ്ങനെ കേൾവി ബലപ്പെടുമ്പോഴാണ് പരസ്പരമുള്ള ബന്ധം ആഴപ്പെടുന്നത്. 2015 ഫ്രാൻസിസ് പാപ്പ ഇറക്കിയ ചാക്രിക ലേഖനമാണ് ലൗദാത്തോ സി. അങ്ങ് സ്തുതിക്കപ്പെടട്ടെ എൻ്റെ കർത്താവേ, ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയുടെ ആദ്യ വാചകത്തിൽ. ഇതിൽ പാപ്പ സംസാരിക്കുന്നത് പരിസ്ഥിതിയെക്കുറിച്ചാണ്, പ്രകൃതിയെക്കുറിച്ചാണ്. മനുഷ്യൻ പരിസ്ഥിതിയെ, ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും സമീപിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചാണ്. ഈ പരിസ്ഥിതിയെയും പ്രപഞ്ചത്തെയും സ്നേഹിക്കാനും കരുതലോടെ കൊണ്ടുപോകാനും പാപ്പ ഉപദേശിക്കുന്ന ഭാഗമാണ് 211 മുതലുള്ള നമ്പറുകളിൽ കൃത്യം വരുന്നത്. പാപ്പ പറയുന്നത് ഒരു പരിസ്ഥിതി ആത്മീയത ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. അതിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് അല്പം കൊണ്ട് തൃപ്തിപ്പെടാനുള്ള കഴിവ്, മിനിമം കൊണ്ട് സന്തോഷിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുന്നിടത്താണ് ഈ പരിസ്ഥിതി ആത്മീയത രൂപപ്പെടുന്നത് എന്നാണ് പാപ്പ പറയുന്നത്. മനുഷ്യനെ കേൾക്കാൻ നമുക്കാവണം. പോരാ, മനുഷ്യനപ്പുറത്ത് ഈ പ്രപഞ്ചത്തിലെ മറ്റു ജീവികളെ കേൾക്കാൻ നമുക്കാവണം, അവരെ മനസ്സിലാക്കാനാവണം. ജീവികളെ മാത്രമല്ല, ഇവിടെയുള്ള കാടിനെ മനസ്സിലാക്കാനും കേൾക്കാനും പറ്റണം, പുഴയെ മനസ്സിലാക്കാനും കേൾക്കാനും പറ്റണം, മലകളെ മനസ്സിലാക്കാനും കേൾക്കാനും പറ്റണം. ഇവയെ മനസ്സിലാക്കുമ്പോഴും കേൾക്കുമ്പോഴും എന്താണ്, ഇവയെ ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഉപയോഗം അതിൻ്റെ മിനിമത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത്യാവശ്യത്തിന് മാത്രമേ ഇവയൊക്കെ ഉപയോഗിക്കാവൂ എന്നാണ് പാപ്പ പറയുന്ന ആത്മീയതയുടെ മർമ്മമായിട്ട്, പരിസ്ഥിതി ആത്മീയതയുടെ മർമ്മമായിട്ടിരിക്കുന്നത്. നിനക്കത്യാവശ്യമുള്ളതിന് മാത്രമേ മൃഗങ്ങളെ നീ കൊല്ലാവൂ. നിനക്കത്യാവശ്യം ജീവൻ നിലനിർത്താൻ മാത്രമേ മത്സ്യങ്ങളെ നീ കൊല്ലാവൂ. നിനക്കത്യാവശ്യത്തിനുള്ളത് മാത്രമേ കാട്ടിൽ നിന്ന് നീ എടുക്കാവൂ. നിനക്കത്യാവശ്യത്തിനുള്ളത് മാത്രമേ പുഴയിൽ നിന്നും എടുക്കാവൂ. നിനക്കത്യാവശ്യത്തിനുള്ളത് മാത്രമേ ഇവിടുത്തെ മലയിൽ നിന്നും നീ എടുക്കാവൂ. അങ്ങനെ ഒരു കരുതലോടെ ഇവയൊക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് മനുഷ്യൻ എന്ന ജീവിക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. സംരക്ഷകനായിരിക്കുക.
ആകണമെങ്കിൽ എന്നാ ചെയ്യണം? കേൾക്കാൻ പറ്റണം. നിനക്ക് ഇവിടുത്തെ മൃഗങ്ങളെ, അവയുടെ ജീവനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷികളെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മരത്തെയും കാടിനെയും കേൾക്കാൻ പറ്റുന്നുണ്ടോ? പുഴയെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇത്തരമൊരു കേൾവിശക്തി വളർത്തിയെടുക്കുന്നിടത്ത് മാത്രമേ നിന്നിലെ ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് വളർന്നു വരാൻ നിനക്ക് പറ്റുള്ളൂ. പരിസ്ഥിതി ആത്മീയതയുടെ ഹൃദയം അതാണ്. മിനിമം കൊണ്ട്, കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും പറ്റുക. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിൻ്റെ കേൾവിശക്തി വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. കേൾക്കുന്ന നിൻ്റെ രീതി വളർത്തിയെടുക്കുക. നിൻ്റെ ചുറ്റുമുള്ളവരെ കേൾക്കാനായി ശ്രദ്ധയും കൂടുതൽ സമയവും മാറ്റിവെക്കുക. നിൻ്റെ പ്രിയപ്പെട്ടവരെ കേൾക്കാനായിട്ട് കൂടുതൽ സമയം മാറ്റിവെക്കുക. പോരാ, ഈ പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങളെയും കാടിനെയും പുഴയെയും മലയെയുമൊക്കെ കേൾക്കുന്ന നിൻ്റെ കഴിവ്, കേൾവിശക്തി നീ വളർത്തിയെടുക്കുക. അത്തരം ഒരു കേൾവിശക്തിയുടെ വളർച്ചയിലൂടെ സംഭവിക്കുന്നത് എന്താണ്? നിന്നിലെ ജീവൻ്റെ തന്നെ അംശമാണ് ഇവയിൽ ഒക്കെ നിലനിൽക്കുന്നത്. ആ ജീവനെ തിരിച്ചറിയാൻ നിനക്ക് പറ്റും. ആ ജീവനുമായിട്ട് ബന്ധത്തിലാകാൻ പറ്റും. അത്തരമൊരു പാരസ്പരിക ബന്ധത്തിലാണ് നിന്നിലെ ക്രിസ്തു സാധ്യതയിലേക്ക് നീ വളർന്നു വരുന്നത്. നിന്നിലെ മാനുഷികത വളർന്നു വരുന്നത്. നിന്നിലെ മാനുഷികത ദൈവികതയിലെ തൊട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ആരാണ് എന്നുള്ള തിരിച്ചറിവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നീ കേൾവിശക്തി ഒരു ബധിരന് കൊടുക്കുകയാണ്. കേൾക്കാൻ ഉള്ള ശക്തി കിട്ടുന്നതിലൂടെയാണ് ശിഷ്യന്മാർ നിന്നെ ക്രിസ്തുവായി തിരിച്ചറിയുന്നതും നിൻ്റെ വഴിയിലൂടെ നടക്കാനായിട്ട് അവർക്ക് കഴിയുന്നതും. പക്ഷേ നീ എന്നോടും അത് തന്നെയാണ് പറയുന്നത്. നിൻ്റെ ശിഷ്യനാകണമെങ്കിൽ പോരാ, ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നടക്കണമെങ്കിൽ പോരാ, എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ തിരിച്ചറിയാനും ക്രിസ്തുവിലെ സാധ്യതയിലേക്ക് വളർന്നു കയറാനും എനിക്ക് പറ്റണമെങ്കിൽ എനിക്ക് കേൾക്കാനാവണം. എൻ്റെ കൂടെയുള്ളവരെ കേൾക്കാൻ ശ്രദ്ധിക്കാൻ പോരാ, ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും കേൾക്കാൻ, അവരുമായിട്ട് ഹൃദയബന്ധത്തിലാകാൻ ഈശോയെ എൻ്റെ കേൾവിശക്തി നീ ഉണർത്തണമേ. എൻ്റെ കാതുകളെ നീ തുറക്കണമേ. എൻ്റെ കേൾവിശക്തി നീ വർദ്ധിപ്പിക്കണമേ. ആമേൻ.